ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പാനൽ ഡ്രസ്സിന്റെ കംപ്ലീറ്റ് ട്യൂട്ടോറിയൽസും തീർന്നിരുന്നു. പക്ഷേ വീഡിയോയ്ക്ക് ലെങ്ത് ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ നെക്ക് അറ്റാച്ച്മെന്റും സ്ലീവ് കട്ടിങ്ങും നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ എക്സ്പേർട്ടായിട്ട് അപ്ലോഡ് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു അല്ലേ. അപ്പം ഈ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് അത് തന്നെയാണ്. ക്യാൻവാസ് ഉപയോഗിച്ചിട്ട് നമുക്ക് നെക്ക് എങ്ങനെ ഡ്രാഫ്റ്റ് ചെയ്യാം എന്നുള്ളതാണ് കാണിക്കുന്നത്. അതേപോലെ തന്നെ നമ്മുടെ ക്യാപ് സ്ലീവും നമുക്ക് എങ്ങനെ ഡ്രാഫ്റ്റ് ചെയ്യാം എന്നുള്ളതാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് നെക്ക് ഫിനിഷിങ് നോക്കാം. സോ അപ്പം നമ്മൾ നെക്ക് ഫിനിഷ് ചെയ്യാനായിട്ട് ഇത് ബാക്ക് പാറ്റേൺ ആണ്. ഞാൻ ബാക്ക് എന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഇത് ഫ്രണ്ട് ആണ്. ആം റൗണ്ട് കുഴിച്ച് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ നെക്ക് ഫിനിഷ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കാണാതിരിക്കും ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒരു സ്ലോപ്പ് ഉണ്ട്. ഈ ഒരു പോയിന്റിൽ നിന്നാണ് ഇങ്ങോട്ടേക്ക് സ്ട്രെയിറ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പം ഈ പോയിന്റ് തൊട്ട് ഈ പോയിന്റ് വരെ ആയിരിക്കും നമ്മുടെ ഒരു സൈഡിലുള്ള നെക്കിന്റെ വിഡ്ത് എന്ന് പറയുന്നത് കേട്ടോ. അപ്പം അത് നമുക്കൊന്ന് മെഷർ ചെയ്ത് നോക്കണം. അപ്പം നിങ്ങൾക്ക് തന്നെ കാണാം, കണ്ടോ? ഇവിടുന്ന് ഇങ്ങനെ ഒരു കൂർത്ത പോർഷൻ ഉണ്ട്. ഇവിടുന്ന് ഇവിടം വരെ നോക്കണം, അത് എത്രയുണ്ട് എന്ന് നോക്കണം. ഇതിപ്പോ നമുക്ക് വരുന്നത് 4.5 ആണ് വൺ സൈഡിലോട്ട്. അപ്പൊ രണ്ട് സൈഡ് വരുമ്പോഴത്തേക്കും എത്രയായിരിക്കും? ഇതിങ്ങനെ വെച്ച് ടേപ്പിൽ വെച്ച് നോക്കുമ്പോൾ നമുക്ക് 9 ഇഞ്ചാണ് വരുന്നത്. അപ്പൊ ടോട്ടൽ നമ്മുടെ നെക്ക് വിഡ്ത്ത് എന്ന് പറയുന്നത് 1.5 ഇഞ്ചായിരുന്നു ഷോൾഡർ ടിപ്പ് ഞാൻ കൊടുത്തിരുന്നത്. സോ അതിന്റെ കൂട്ടത്തിൽ നമ്മൾ സ്ലീവ് അറ്റാച്ച് ചെയ്യാനായിട്ട് അരയിഞ്ച് തയ്യെഴുത്തുമ്പം കൊടുത്ത് അങ്ങനെ ടോട്ടൽ നമുക്ക് ഈ ഒരു ഭാഗം 2 ഇഞ്ചാണ്. ഈ 2 ഇഞ്ച് പോയി കഴിഞ്ഞിട്ട് ബാക്കി നമുക്ക് വരുന്നത് 4.5 ആണ് മെഷർ ചെയ്തപ്പോഴത്തേക്കും എനിക്ക് വരുന്നത് കേട്ടോ. 4.5 കഴിഞ്ഞാൽ ഒരു പോയിന്റും കൂടെ ഉണ്ട്, കുഴപ്പമില്ല. 4.5 ആയിട്ട് നമുക്ക് എടുക്കാം. അപ്പം നമ്മളിതാ ഇതേപോലൊരു ക്യാൻവാസ് ഷീറ്റ് എടുത്തിട്ടുണ്ട്. ഇത് അത്യാവശ്യം നല്ല കട്ടിയുള്ള ടൈപ്പാണ്. നമ്മൾ നെക്കൊക്കെ ഫിനിഷ് ചെയ്യുമ്പോൾ ഈ കട്ടിയുള്ള ടൈപ്പ് എടുക്കുവാണെങ്കിൽ കുറച്ചും കൂടെ നല്ല സ്റ്റിഫായിട്ടിരിക്കും നെക്കെല്ലാം. അപ്പോൾ ഇത് ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത് ഇതിന്റെ ഗ്ലേസിംഗ് പാർട്ടാണ് കേട്ടോ. ഒരു ഗ്ലേസിംഗ് നിങ്ങൾക്ക് കാണാമല്ലോ. അതേപോലെ തന്നെ ഇതിന്റെ തിരിച്ചുള്ള പാർട്ട് എന്ന് പറയുന്നത് ഗ്ലേസിംഗ് ഇല്ലാത്തതാണ്. അപ്പോൾ ഗ്ലേസിംഗ് ഉള്ളിടത്തായിരിക്കും ഗം ഉള്ളത്, പശയുള്ളത് ഇവിടെ ആയിരിക്കും. ഇതാണ് നമ്മൾ തുണിയിലോട്ട് വെച്ച് അയൺ ചെയ്യുന്നത്. അപ്പോൾ ഗ്ലേസിംഗ് ഇല്ലാത്ത പാർട്ടിലോട്ട് നമ്മൾ ഇതേപോലെ രണ്ടായിട്ട് കണ്ടോ, ഇങ്ങനെ രണ്ടായിട്ട് മടക്കുക. എന്നിട്ട് ഇവിടെ ആയിരിക്കും നമ്മൾ മെഷർമെന്റ്സ് മാർക്ക് ചെയ്യുന്നത്. അപ്പം നമ്മുടെ നെക്ക് എന്ന് പറയുന്നത് നമ്മൾ 4.5 പറഞ്ഞു. വൺ സൈഡ് നിവർത്തി കഴിയുമ്പോൾ 9 ഇഞ്ച് വരും. അപ്പൊ ആ നെക്ക് വിഡ്ത്ത് ആണ് നമ്മൾ ഇങ്ങോട്ടേക്ക് ഫോൾഡ് ചെയ്ത് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്യേണ്ടത്. അപ്പൊ 4.5 ആ 4.5 ഞാൻ ഇവിടെ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്യാണ് കേട്ടോ. ഇത് മാർക്ക് ചെയ്തു. നമ്മൾ ഈ ക്യാൻവാസ് ഒക്കെ ചെയ്യുമ്പോഴേ ഇങ്ങനെ ഒന്ന് പിന്നൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും. കാരണം അല്ലെങ്കിൽ ഇതിങ്ങനെ തെന്നിപ്പോവും. ഈ ലെവല് കറക്റ്റ് ആക്കി വെച്ച് പിൻ ചെയ്യുവാണെങ്കിൽ നമുക്ക് ആ ഒരു നെക്കൊന്നും തെന്നി മാറാതെ നമുക്ക് കറക്റ്റായിട്ട് മാർക്ക് ചെയ്യാൻ പറ്റും. സോ നമ്മൾ 4.5 ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഫ്രണ്ടിൽ നമ്മൾ എത്രയാണോ നെക്ക് ഡെപ്ത് കൊടുക്കുന്നതെന്നാണ്. ഞാൻ കൊടുക്കുന്നത് 5.5 ഇഞ്ചാണ്. 5.5 ഇഞ്ച് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഷോൾഡർ അറ്റാച്ച് ചെയ്യാൻ അഡീഷണൽ ആയിട്ട് ഒരു 1/2 ഇഞ്ചും കൂടെ വേണം. അപ്പൊ ടോട്ടൽ 6 ഇഞ്ചാണ് ഞാൻ ഇവിടുന്ന് മാർക്ക് ചെയ്യുന്നത്. 6 ഇഞ്ച് മാർക്ക് ചെയ്തു. ഇതിൽ 1/2 ഇഞ്ച് എന്താണ് ഷോൾഡർ അറ്റാച്ച് ചെയ്യാൻ. അപ്പൊ ആ 1/2 ഇഞ്ച് ഞാൻ ഇവിടെ ഈ ടോപ്പിൽ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്തു. കണ്ടോ, ഈ 1/2 ഇഞ്ച് ഷോൾഡർ അറ്റാച്ച് ചെയ്യാനുള്ള ബെൽറ്റ് ആയിട്ട് നമ്മൾ എടുക്കും, അല്ലെ ബാൻഡ് ആയിട്ട് എടുക്കും. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് താഴത്തോട്ടുള്ളതാണ് നമ്മുടെ ശരിക്കുള്ള നെക്ക് ഡെപ്ത് എന്ന് പറയുന്നത് 5.5 ഇഞ്ച്. ഇനി നമ്മൾ നെക്കൊക്കെ എന്താണ് വരയ്ക്കുമ്പോഴാണ് ഈ സ്കെയിലും ഈ ക്യാൻവാസിന്റെയും ഇമ്പോർട്ടൻസ് നമുക്ക് മനസ്സിലാക്കേണ്ട. കണ്ടോ, ഇങ്ങോട്ടാണ് എനിക്ക് ലൈൻ വരയ്ക്കേണ്ടത്. അപ്പൊ ഈ ക്യാൻവാസിന്റെ ഈ ഒരു ബോർഡറും ഈ സ്കെയിലിന്റെ ഈ ഒരു എൻഡും ഒരേ ലെവലിൽ വെക്കുക. എന്നിട്ട് നമ്മൾ പോയിന്റ് എവിടെയാണോ മാർക്ക് ചെയ്ത് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് സ്ട്രെയിറ്റ് ലൈൻ കൊടുക്കുക. കണ്ടോ, അപ്പൊ നമുക്ക് ലൈൻ ഒന്നും വളയാതെ കിട്ടും. അതേപോലെ തന്നെ നമ്മൾ 1/2 ഇഞ്ച് ഷോൾഡർ അറ്റാച്ച്മെന്റിനും കൊടുത്തു. അവിടെയും ഇതേപോലെ തന്നെ വരയ്ക്കണം. ഇങ്ങനെ വരച്ചു, കണ്ടോ. ഇനി എന്താ ചെയ്തേ, നമ്മുടെ നെക്ക് വിഡ്ത്ത് നമ്മൾ 4.5 മാർക്ക് ചെയ്തായിരുന്നു. അവിടെ എന്താ ഇതേപോലെ സ്കെയിൽ തിരിച്ചു വെക്കുക. ഈ ലെവലും കറക്റ്റ് ആക്കി വെക്കുക. ഇങ്ങനെ എടുക്കാൻ നിങ്ങൾക്ക് പാടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു നെക്കിന്റെ വിഡ്ത്ത് കണ്ടോ, അവിടെയും നിങ്ങൾ വേണമെങ്കിൽ 4.5 മാർക്ക് ചെയ്തു. അപ്പൊ നിങ്ങൾക്ക് കറക്റ്റ് ലെങ്ത് കിട്ടുമല്ലോ. എന്നിട്ട് ലെവല് കറക്റ്റ് ചെയ്തിട്ട് ഇതാ ഈ 2 പോയിന്റ് തമ്മിൽ കണക്ട് ചെയ്ത് നമുക്ക് ലൈൻ വരയ്ക്കാം. അല്ലെങ്കിൽ ഇതേപോലെ തന്നെ ലെവല് കറക്റ്റ് ആക്കി വെച്ചിട്ട് സ്കെയിലിൽ ഇങ്ങനെ വരയ്ക്കുക. കണ്ടോ, അപ്പൊ നമ്മുടെ ലൈൻ കറക്റ്റ് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഇനി ചെയ്യുന്നത് നമ്മുടെ നെക്കിന്റെ ഷേപ്പാണ്. ആ ഷേപ്പ് എന്ന് പറയുമ്പോൾ ഈ ഒരു ബോക്സിനുള്ളിലായിരിക്കണം നമ്മൾ ഷേപ്പ് ചെയ്യേണ്ടത്. ഇതിന് പുറത്തോട്ട് പോവരുത്. അപ്പൊ അതിനു വേണ്ടി ഞാൻ ചെയ്യുന്നത് സ്ക്വയർ യു ഷേപ്പാണ്. അതായത് കണ്ടോ, ഇങ്ങനെ ഒരു സ്ക്വയർ
ഷേപ്പ് വരും. പക്ഷേ ഈ കോർണർ മാത്രം ഇങ്ങനൊരു കേർവ്ഡ് വരും. ഇതാണ് സ്ക്വയർ യു ഷേപ്പ് എന്ന് പറയുന്നത്. അപ്പൊ അതാണ് ഞാൻ ആദ്യം ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ ഈ ഒരു കേർവ് കണ്ടോ, ഈ കേർവിൽ നമുക്ക് ഇങ്ങനെ ഒരു സ്ക്വയർ യു ഷേപ്പ് കൊടുക്കാം. പെൻസിൽ വെച്ച് ഷേപ്പ് ചെയ്യാൻ നോക്കുക കേട്ടോ. നല്ല കോൺഫിഡന്റ് ഉണ്ടെങ്കിൽ പേന വെച്ചും ചെയ്യാം, അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് തെറ്റിപ്പോയി കഴിഞ്ഞാൽ. ഇപ്പൊ നമുക്ക് കറക്റ്റ് ഒരു സ്ക്വയർ യു ഷേപ്പ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ഡിസ്റ്റൻസ് കണ്ടോ, ഈ ഡിസ്റ്റൻസ് കുറയും തോറും നമ്മുടെ ഈ ഒരു നെക്കിന്റെ ഈ വളഞ്ഞു വരുന്ന ഭാഗം ഉണ്ടല്ലോ, ഇവിടുത്തെ ഈ ഒരു നെക്കിന്റെ വൈഡ് നമുക്ക് കൂടിക്കൊണ്ടിരിക്കും. അതേസമയം നമ്മളിപ്പോ ഈ ഷേപ്പ് ചെയ്ത യു ഉണ്ടോ, അത് നമ്മൾ കുറച്ചുകൂടെ ഇങ്ങനെയാണ് എടുത്ത് ഷേപ്പ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ കഴുത്തെന്ന് പറയുന്ന ഈ കോർണറിൽ ഇച്ചിരി ഒതുങ്ങിയിരിക്കും. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെ വേണോ അതിനനുസരിച്ച് ഇത് കൂട്ടിയും കുറച്ചും ഒക്കെ കൊടുക്കാം. ഞാനപ്പോൾ ഇച്ചിരി വൈഡാക്കിയാണ് എടുത്തിരിക്കുന്നത്. ഇനി എന്ത് ചെയ്യണം, ഇതിന് പുറത്തോട്ട് നമ്മൾ ഒരു അഡീഷണൽ ആയിട്ട് 1 ഇഞ്ച് അല്ലെങ്കിൽ 1/2 ഇഞ്ച് അല്ലെങ്കിൽ 1/4 ഇഞ്ച് നമ്മൾ വിടണം. ആ ഒരു ഗ്യാപ്പ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ തയ്യൽ തുമ്പിന് തുണിയിൽ വിടത്തില്ല, അതേപോലെ നെക്ക് ഫിനിഷിങ്ങിന് നമ്മൾ കൊടുക്കുന്നതാണ്. അത് നമ്മൾ വിടുക. അപ്പം ഞാനിവിടെ 1/4 ഇഞ്ചാണ് എടുക്കുന്നത് കേട്ടോ. അപ്പം 1/4 ഇഞ്ച് നമ്മൾ ഇതേപോലെ മാർക്ക് ചെയ്യുക. ഇനി ഈ ഒരു ഷേപ്പ് നമ്മൾ ഇതേപോലെ തന്നെ ഇവിടെയും നമ്മൾ ഇങ്ങനെ ഒന്ന് കർവ് ചെയ്ത് കൊടുക്കണം. കണ്ടോ, നമ്മൾ വരച്ചിരിക്കുന്ന ഡോട്ടഡ് ലൈൻസിൽ കൂടി ഇങ്ങനെ ഒന്ന് കർവ് ചെയ്ത് കൊടുക്കും. ഫ്രണ്ട് നെക്കിന്റെ ഡ്രാഫ്റ്റിംഗ് കഴിഞ്ഞിട്ടുണ്ട്. ഇതിന് നമ്മൾ എന്താ ചെയ്യുന്നത്, ഈ ഔട്ട്ലൈനിൽ കൂടി കട്ട് ചെയ്തെടുക്കും. അതേപോലെ തന്നെ ഈ ഔട്ട്ലൈൻസിൽ കൂടിയും കട്ട് ചെയ്തെടുക്കും. ഇനി ഇതേപോലെ നമ്മൾ ബാക്ക് ഡ്രാഫ്റ്റ് ചെയ്യണം. ബാക്ക് നമ്മൾ ഓൾറെഡി പറഞ്ഞു 4 ഇഞ്ചാണ് ഞാൻ ബാക്കിൽ കൊടുത്തിരുന്നത്. സോ ആ 4 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്യണം. നെക്കിന്റെ ഡെപ്ത് എന്ന് പറയുന്നത് നമ്മൾ എത്രയായിരുന്നു എടുത്തത്, 4.5 അപ്പൊ ആ ഒരു 4.5 നമ്മൾ ഇവിടെ നിന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. 4.5 കണ്ടോ. അതേപോലെ തന്നെ നമ്മള് ഇച്ചിരി ഇവിടുന്ന് ഒരു സ്ട്രെയിറ്റ് ലൈൻ ഇങ്ങനെ ഒന്ന് കൊടുത്തു, എന്നിട്ട് ആ ലൈനിൽ നമുക്ക് മാർക്ക് ചെയ്യാം. അപ്പൊ നമുക്ക് അടുത്ത നെക്ക് മാർക്ക് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു ലൈൻ കൊടുത്തിരിക്കുന്നത്. ആ ലൈനിലാണ് നമ്മൾ ഈ ഒരു 4.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. നെക്കിന്റെ വിഡ്ത്ത് ആണ്. ഇനി നെക്കിന്റെ ഡെപ്ത് എന്ന് പറയുമ്പോഴത്തേക്കും ബാക്കിൽ ഞാൻ 4 ഇഞ്ചാണ് കൊടുക്കുന്നത്. ഷോൾഡർ അറ്റാച്ച്മെന്റിന് 1/2 ഇഞ്ച്. സോ ടോട്ടൽ 4.5 ഇഞ്ച്. സോ നമ്മൾ 4.5 ഇഞ്ച് ടോട്ടൽ ഇങ്ങനെ എടുക്കുന്നുണ്ട്. കണ്ടോ, ഇവിടെയും നമ്മൾ ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്യുക, നമ്മുടെ ബാൻഡിന് വേണ്ടിയാണ്. അതിനുശേഷം നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ ഒരു ലൈൻ സ്ട്രെയിറ്റ് ആയിട്ട് കൊടുക്കുക. എക്സ്റ്റെൻഡ് ചെയ്താൽ മതി. അപ്പൊ ഇവിടെ നമുക്ക് ഏത് ഷേപ്പ് വേണമെന്ന് നമ്മുടെ ഇഷ്ടത്തിന് എടുക്കാം. അപ്പൊ ഞാൻ ഇവിടെ എടുക്കുന്ന ഷേപ്പ് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു റൗണ്ട് ഷേപ്പ് ആണ്. ഒരു റൗണ്ട് നെക്ക് പാറ്റേൺ ആണ് ബാക്കിൽ കൊടുക്കുന്നത്. അപ്പം ജസ്റ്റ് ഒന്നുമില്ലാതെ ഇതേപോലെ ഒന്ന് കർവ് ചെയ്തെടുക്കുക. ഇത് ഇച്ചിരി വൈഡ് ആയിട്ടാണെങ്കിൽ, അല്ല, ഇത് ഇച്ചിരി നമ്മുടെ ഡിസ്റ്റൻസ് വൈഡ് ആയിട്ടാണ് എടുത്തെങ്കിൽ ഇത് കുറച്ചുകൂടെ ഒരു നമ്മളെങ്ങനെയാണ് നോർമലി ഒരു റൗണ്ട് നെക്ക് ഷേപ്പ് ചെയ്യുന്നത്, അതേപോലെ ഈ ഡിസ്റ്റൻസ് ഒന്ന് കൂട്ടിയിട്ട് നമ്മളൊരു റൗണ്ട് നെക്ക് ഒന്ന് ഷേപ്പ് ചെയ്യുക. ഉണ്ടോ ഇതേപോലെ. ഇനി റൗണ്ട് നെക്ക് എടുക്കാൻ അറിയാത്തവർക്കാണ് ഇത് ഇതേപോലുള്ള ഫ്രഞ്ച് കേർവ് ഉണ്ടല്ലോ, നമ്മൾ ആം റൗണ്ട് ഒക്കെ ഷേപ്പ് ചെയ്യുന്നത്, അതിങ്ങനെ വെക്കുക. അത് വെച്ചിട്ട് നമ്മളിത് കണ്ടോ, നമുക്കിഷ്ടമുള്ളത് ഇങ്ങനെ, അതായത് ഈ ഒരു ലൈനും ഇവിടുത്തെ ഇതും ഇങ്ങനെ സ്ട്രെയിറ്റ് ആക്കി വെക്കാം. എന്നിട്ട് ഈ പോയിന്റും ഈ ലൈനും തമ്മിൽ ടച്ച് ചെയ്യുന്ന രീതിയിൽ ഇങ്ങനെ വെച്ചൊരു ഷേപ്പ് എടുക്കാം. കണ്ടോ, ഇങ്ങനെ വെച്ച് ഷേപ്പ് എടുക്കുമ്പം ഇത് കുറച്ചും കൂടെ മുമ്പിലോട്ട് കയറി നിൽക്കുക, അത്രയും ഒതുങ്ങി കിട്ടും. അങ്ങനെയാണ്. അല്ലെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ വൈഡ് ആയിട്ട് വേണമെങ്കിൽ ഇപ്പം ഞാൻ ഈ എടുത്തിരിക്കുന്ന പോലെ തന്നെ എടുക്കാം. അതല്ല നിങ്ങൾക്ക് ഇങ്ങനെ വൈഡ് ആക്കണമെങ്കിൽ ഇത് ഇങ്ങനെ കറക്കി കൊടുക്കുന്നതനുസരിച്ച് റൗണ്ട് നെക്ക് കുറച്ചുകൂടെ ഒന്ന് വൈഡ് ആയിട്ട് വരും. കണ്ടോ, ഇങ്ങനെ വെക്കാം. ഇങ്ങനെ വെച്ച് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ആ ഒരു കറക്റ്റ് ആ ഒരു റൗണ്ട് ഷേപ്പിന്റെ ഇത് കിട്ടും. കണ്ടോ വന്നത്. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഒതുങ്ങി കിട്ടും. കണ്ടോ, അതായത് ഈ ഒരു ഡിസ്റ്റൻസ് കൂടും. ഈ ഡിസ്റ്റൻസ് നമുക്ക് കുറയ്ക്കണമെങ്കിൽ ഇതിനകത്ത് നമുക്ക് ഇങ്ങനെ ഒന്ന് കറക്കി ഇങ്ങനെ നോക്കാം. അപ്പം നമ്മുടെ ഇഷ്ടമാണ് ഇങ്ങനത്തെ ഷേപ്പ് നമുക്ക് വേണമെന്നുള്ളത്. അപ്പം ഞാനത് എടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ 1/4 ഇഞ്ചാണ് കൊടുത്തത്, അത് തന്നെ നമ്മൾ ഇവിടെയും കൊടുക്കണം. അപ്പൊ നമ്മൾ ഫ്രണ്ടും ബാക്കും കൊടുത്തിട്ടുണ്ട്. ഇത് ഫ്രണ്ട്, ഇത് ബാക്ക്. ഇനി നമ്മൾ കട്ട് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും, ഈ ഔട്ട്ലൈൻസിൽ കൂടി ആദ്യം നമ്മൾ കട്ട് ചെയ്തെടുക്കണം. അതിനുശേഷം ഇതിന്റെ അകത്ത ഔട്ട്ലൈൻസിൽ കൂടി അടുത്തത് കട്ട് ചെയ്തെടുക്കാം. ആദ്യം തന്നെ നമുക്കിതൊന്ന് സെപ്പറേറ്റ് ചെയ്യാം.
ഈ ഫാബ്രിക് കട്ട് ചെയ്യുന്ന കത്രിക കൊണ്ട് തന്നെ നമ്മൾ ഇതേപോലെ പേപ്പേഴ്സ് കട്ട് ചെയ്യൽ മൂർച്ച പോകും. സോ അത് കട്ട് ചെയ്യാനായിട്ട് നമ്മൾ സെപ്പറേറ്റ് ആയിട്ടൊരു കത്രിക എടുക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. സോ ദാ ബാക്ക് കട്ട് ചെയ്തു. ഇതേപോലെ നമ്മൾ ഇതിൻ്റെയും കട്ട് ചെയ്തെടുക്കാം. സോ അപ്പോൾ നമ്മൾ ഫ്രണ്ടും ബാക്കും നെക്ക് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി എന്താണ് ചെയ്യേണ്ടത്? പുറത്ത് ഔട്ട്ലൈൻസ് കട്ട് ചെയ്തു. ഇനി നമുക്ക് അകത്തെ ഔട്ട്ലൈൻസ് കട്ട് ചെയ്യണം. അകത്തെ ഔട്ട്ലൈൻസ് എന്ന് പറയുമ്പോൾ നമ്മളിതാ ഇതിലെ കൂടി ഇങ്ങനെ വന്ന് പിന്നെ ഇവിടുന്ന് ഇങ്ങനെ വന്ന് ഇതാ ഇതിലോട്ട് എത്തണം. നമ്മൾ നെക്ക് ഫിനിഷിങ്ങിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇതൊന്ന് നമ്മൾ നിവർത്തി നോക്കുക. നിവർത്തി നോക്കുമ്പോൾ ദാ ഈ ഫോൾഡിൻ്റെ അവിടെ ഇച്ചിരി ഇങ്ങനെ തള്ളി നിൽപ്പുണ്ടോ എന്നൊക്കെ നോക്കണം. ചെറിയൊരു തള്ളലുണ്ടെങ്കിൽ അതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം. ഈ ഒരു 1/2 ഇഞ്ച് ഇങ്ങനെ ഒരു ബാൻഡ് കൊടുത്തിരിക്കുന്നുണ്ടോ? അതെന്തിനു വേണ്ടിയാണെന്ന് വെച്ചാൽ ആ സാധനം ഇല്ലെങ്കിൽ നമ്മുടെ ഈ 2 പോർഷൻ ഇല്ലേ, ഇതൊക്കെ ഇങ്ങനെ വളഞ്ഞൊക്കെ പോകും. നമുക്ക് കറക്റ്റ് ലെവലിൽ പിടിച്ചു വെക്കാൻ പാടായിരിക്കും. നമ്മുടെ നെക്ക് വിഡ്ത്ത് ചിലപ്പോൾ കൂടിയേക്കാം. അതേസമയം ഈ ഒരു ബാൻഡ് നമുക്ക് അല്ലെങ്കിൽ ഈ ഒരു ബ്രിഡ്ജ് നമുക്കുണ്ടെങ്കിൽ ഇത് നമുക്ക് നല്ല കറക്റ്റ് കണ്ടോ, ഈ ഒരു ലെവൽ ഒരിക്കലും വലിപ്പവും വരത്തില്ല, കുറയത്തുമില്ല. കറക്റ്റായിട്ട് തന്നെ ഈ ഒരു നെക്ക് വിഡ്ത്ത് നമുക്ക് കിട്ടും. ഒന്നുമില്ല. ഇനി ഇതെന്താ ചെയ്യേണ്ടത്? ഇതൊരു ക്ലോത്തിൽ വെച്ച് നല്ല രീതിയിൽ അയൺ ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അയൺ ചെയ്യാൻ നേരത്ത് ഇതാ ഈ ഷൈനിങ് പാർട്ടായിരിക്കണം നമ്മൾ ക്ലോത്തിൽ വെച്ച് അയൺ ചെയ്യേണ്ടത്. ഈ സെൽവേജിന്റെ ഈ ലെവൽ ഉണ്ടോ, ഈ ലെവലിലോട്ടാണ് നമ്മുടെ ക്യാൻവാസിന്റെ ലെവൽ വെക്കുന്നത് കേട്ടോ. എന്നിട്ട് അയൺ ചെയ്യും. ഇതിങ്ങനെ വന്നതിന് ശേഷം ഇതിനെ നമ്മളൊന്ന് ഇങ്ങനെ ഒന്ന് തിരിച്ചിടുക. തിരിച്ചിട്ടിട്ട് വേണം നല്ല രീതിയിൽ നമ്മൾ നല്ല രീതിയിലൊന്ന് അയൺ ചെയ്ത് കൊടുക്കാനായിട്ട്. എപ്പോഴും നമ്മൾ ഇച്ചിരി ഒന്ന് അയൺ ചെയ്തിട്ട് തിരിച്ചു വെച്ചിട്ട് വേണം നല്ല വൃത്തിക്ക് അയൺ ചെയ്യാൻ. അപ്പം നമുക്ക് നല്ല കറക്റ്റായിട്ട് ഇരിക്കും. അല്ലാണ്ട് ഈ ക്യാൻവാസിന് പുറത്തുകൂടി തന്നെ നല്ല ഹീറ്റിൽ ചെയ്യുകയാണെങ്കിൽ ഇത് ചുരുങ്ങി പോകും. അതുകൊണ്ട് ഹീറ്റ് കുറച്ചിട്ട് വേണം ചെയ്യാനായിട്ട് കേട്ടോ. ഇനി ഒന്നുമില്ല, ഇത് ഇതിൻ്റെ ഇടയിൽ കൂടി ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ടിട്ട് നമ്മളിത് രണ്ടും കട്ട് ചെയ്തെടുക്കും. സോ ഗൈസ്, നമ്മളിതാ ഇതേപോലെ തയ്യൽ തുമ്പ് കീപ്പ് ചെയ്തുകൊണ്ട് ഒരു 1/2 ഇഞ്ച് കീപ്പ് ചെയ്ത് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഇങ്ങനെ വെച്ചൊന്ന് അയൺ ചെയ്തെടുക്കണം. നല്ല നീറ്റായിട്ട് അയൺ ചെയ്തെടുക്കണം. അയൺ ചെയ്യുന്നതിന് മുന്നേ ഈ ഒരു ലെവല് ഉണ്ടാവും. ഈ സെൽവേജ് ഞാൻ വിട്ടിട്ടുണ്ടായിരുന്നല്ലോ, അത് നമ്മുടെ ക്യാൻവാസിന്റെ ആ ലെവൽ ചേർത്ത് സെൽവേജ് മാത്രം ഒന്ന് കട്ട് ചെയ്ത് മാറ്റുക കേട്ടോ. സെൽവേജിന്റെ ആ ലെവലിൽ അതായത് ഈ സെൽവേജിന്റെ താഴെയാണല്ലോ ക്യാൻവാസ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ പുറത്ത് ചാടി നിൽക്കുന്ന ഈ കട്ടിയുള്ള പോർഷൻ ഒന്ന് കട്ട് ചെയ്ത് മാറ്റും. ഇങ്ങനെ വെക്കുക. ഇതിനെ ഇങ്ങനെ ഒന്ന് ഈക്വലി ഒന്ന് മടക്കുക. മടക്കിയതിന് ശേഷം ഈ സെന്റർ പാർട്ടിൽ നോച്ച് കൊടുക്കുക. ഇനി നമ്മൾ സ്ലീവിന്റെ ഡ്രാഫ്റ്റിംഗ് ആണ്. ക്യാപ് സ്ലീവ് ആണ് ചെയ്യുന്നത്. അപ്പോൾ ക്യാപ് സ്ലീവ് ചെയ്യണമെങ്കിൽ നമുക്ക് ആദ്യം വേണ്ടത് നമ്മുടെ ആം റൗണ്ടിന്റെ ലെങ്ത് ആണ്. അത് നമ്മൾ പാറ്റേണിൽ നിന്നല്ല എടുക്കേണ്ടത്, നമ്മൾ കട്ട് ചെയ്ത ലൈനിങ്ങിൽ നിന്നാണ് നമ്മൾ മെഷർ ചെയ്ത് എടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബാക്ക് പാറ്റേൺ ആണ് നമ്മൾ എടുക്കുന്നത്, ഫ്രണ്ട് അല്ല. കാരണം ഫ്രണ്ട് ഓൾറെഡി നമ്മൾ 1/2 ഇഞ്ച് കുഴിച്ച് കട്ട് ചെയ്യുന്നതാണ്. സോ അതുകൊണ്ട് നമ്മൾ ബാക്ക് പാറ്റേണിന്റെ ഈ ഒരു ലെങ്ത് ആണ് എടുക്കുന്നത്. ഇവിടെ നമുക്ക് 1 ഇഞ്ച് തയ്യൽ തുമ്പാണ് അല്ലേ, സൈഡ് ജോയിൻ ചെയ്യാനുള്ള. പിന്നെ ഇവിടെ എന്ന് പറയുമ്പോൾ നമുക്ക് 1/2 ഇഞ്ച് നമ്മുടെ ഷോൾഡർ അറ്റാച്ച് ചെയ്യാനായിട്ടുള്ള തയ്യൽ തുമ്പുമാണ് ഉള്ളത്. അപ്പോൾ ഈ 1/2 ഇഞ്ച് വിട്ടിട്ട് ഈ പോയിന്റ് കണ്ടോ, 1/2 ഇഞ്ച് വിട്ടതിന് ശേഷം ഇവിടുന്ന് നമ്മളിത് ഇങ്ങനെ മെഷർ ചെയ്ത് ഈ അറ്റം വരെ എടുക്കണം. ചില ആൾക്കാർക്ക് ഇങ്ങനെ മെഷർ ചെയ്ത് എടുക്കുമ്പോഴത്തേക്കും സ്ലീവും ബോഡിയുമായിട്ട് എത്തുന്നില്ല എന്ന് പറയാറുണ്ടല്ലോ. അതായത് സ്ലീവ് പോർഷൻ തയ്ച്ച് വരുമ്പോൾ നമ്മുടെ ബോഡിയുമായിട്ട് ഇച്ചിരി ഒരു 4 ഇഞ്ച് വ്യത്യാസത്തിലൊക്കെ ഏറ്റക്കുറച്ചിലുകൾ വരുന്നുണ്ടാവാം. അത് നമ്മൾ ആ ഒരു ക്ലോത്ത് തമ്മിൽ കറക്റ്റ് ലെവലിൽ പിടിച്ച് സ്റ്റിച്ച് ചെയ്യാത്തതിൻ്റെയും അതേപോലെ തന്നെ നമ്മൾ സ്ലീവിന്റെ ഷേപ്പ് വരയ്ക്കുന്നതിലൊക്കെയുള്ള കുഴപ്പങ്ങളാണ്. അങ്ങനെയുള്ളവർക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു 1/2 ഇഞ്ചും കൂടി ചേർത്ത് അങ്ങ് മെഷർ ചെയ്തെടുത്തോ ഇവിടം വരെ. അപ്പോൾ ഇത് അങ്ങനെ മെഷർ ചെയ്യുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും ടോട്ടൽ ലെങ്ത് ഉണ്ടോ, ഈ ഒരു 1/2 ഇഞ്ചും കൂടി ചേർത്ത് നമ്മളിങ്ങനെ ഒന്ന് മെഷർ ചെയ്ത് നോക്കുക. ഈ ഒരു ആം റൗണ്ടിന്റെ ഫുൾ ലെങ്ത് എത്ര കിട്ടുമെന്നൊന്ന് അറിയാനാണ്. അപ്പോൾ നമുക്ക് നോക്കിക്കതേ കണ്ടോ, 10 ഇഞ്ച് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് സ്ലീവ് ഡ്രാഫ്റ്റ് ചെയ്യാം.
സോ അപ്പോൾ നമ്മൾ ക്യാപ് സ്ലീവിന് ഇങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും നമ്മുടെ ബാക്ക് ആം റൗണ്ടിന് എത്രയാണോ കിട്ടിയത് അതിന്റെ ഇരട്ടി ലെങ്ത് നമ്മൾ ഈ ഒരു ഫാബ്രിക്കിൽ ഉണ്ടായിരിക്കണം. സോ ബാക്ക് ആം റൗണ്ട് നമുക്ക് കിട്ടിയത് 10 ഇഞ്ചായിരുന്നു. സോ 10ന്റെ ഇരട്ടി 20. ആ 20 ഇവിടെയും ഉണ്ടായിരിക്കണം, അതേപോലെ തന്നെ ഇവിടെ ഉണ്ടായിരിക്കണം. ലെങ്ത്തും വിട്ടും ഇരട്ടിയായിരിക്കണം. അങ്ങനെ 2 എണ്ണം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, കാരണം 2 സ്ലീവിന് വേണ്ടിയിട്ടാണ്. സോ ഇതിൽ ഞാൻ ഒരെണ്ണം മാറ്റി ഇങ്ങനെ ഒരു സ്ക്വയർ പീസ് ആയിട്ട് ഇരിക്കുമായിരുന്നു. അതിനെ ഞാൻ ഇങ്ങനെ കോണിലോട്ട് എടുത്തു. ഏത് ഡയറക്ഷനിലോട്ട് നിങ്ങൾക്ക് തിരിക്കാം കേട്ടോ. അത് കഴിഞ്ഞ് ഇനി എന്താ ചെയ്യണ്ടേ, ഈ ഒരു ടിപ്പിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ടും ഇങ്ങനെ വെച്ചു. കണ്ടോ, ഇതിനെ ഞാൻ ഇങ്ങനെ നേരെയാക്കി, ഇതേപോലെ കണ്ടോ ഇങ്ങനെ. അപ്പൊ ഇതിൽ ഫോൾഡഡ് ഭാഗം ഇതാണ് കണ്ടോ, ഫോൾഡ് ചെയ്ത ഭാഗം അത് നമുക്ക് നേരെ ആക്കി വെക്കുക. ഫോൾഡഡ് ഭാഗം എന്ന് വെച്ചാൽ ഇങ്ങനെ മടങ്ങിയിരിക്കുന്നുണ്ടോ, തുണി ഇങ്ങനെ മടങ്ങി വരുന്ന ഭാഗം നമുക്ക് നേരെ ഫേസ് ചെയ്യുന്ന രീതിയിൽ ആക്കി വെക്കുക. അപ്പൊ ഇതായിരിക്കും നമ്മുടെ സ്ലീവിന്റെ റൗണ്ട് പോർഷൻ വരുന്നത്. അതായത് കൈവണ്ണത്തിന്റെ ഭാഗം ഇവിടെയും വരും, സ്ലീവിന്റെ ഹൈറ്റ് ഇവിടെയും വരും. ഷേപ്പ് ചെയ്യുന്നത് ഇങ്ങനെയുമായിരിക്കും. അപ്പൊ ക്യാപ് സ്ലീവ് ഒക്കെ വരുമ്പോഴത്തേക്കും നമുക്കൊരു സ്ലീവിന്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ വളരെ കുറച്ചേ എടുക്കത്തുള്ളൂ. നമ്മുടെ നോർമൽ സ്ലീവിലും കുറച്ചൊന്ന് ലൂസി ആയിട്ടായിരിക്കുമല്ലോ ക്യാപ് സ്ലീവ് ഇരിക്കുന്നത്. അപ്പോൾ ഒരു 3 ഇഞ്ച് 4 ഇഞ്ചൊക്കെ ആയിരിക്കും നമ്മൾ എടുക്കുന്നത്. പിന്നെ ഒത്തിരി വണ്ണമുള്ളവർക്കൊക്കെ ആണെങ്കിൽ ഒരു 5 ഇഞ്ച് ഒക്കെ പോകാം. പൊതുവേ നമ്മൾ 3 ഇഞ്ചൊക്കെ ആയിരിക്കും എടുക്കുന്നത്. പിന്നെ നിങ്ങളുടെ ലെങ്ത്തിന് എങ്ങനെ വേണോ അങ്ങനെ എടുക്കാം. ക്യാപ് സ്ലീവ് പൊതുവെ നമ്മൾ ഒത്തിരി ലെങ്ത് എടുക്കത്തില്ല. അപ്പൊ ഇനി നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ക്യാപ് സ്ലീവിന്റെ ലെങ്ത് ആണ് നമുക്ക് കൊടുക്കുന്നത്. ഞാനൊരു 3.5 ഇഞ്ചാണ് എടുക്കുന്നത്. അപ്പൊ 3.5 ഇഞ്ചാണെങ്കിൽ നമുക്ക് ബോഡിയുമായിട്ട് സ്ലീവ് അറ്റാച്ച് ചെയ്യാൻ ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് വേണം. താഴെ വേണ്ട, കാരണം താഴെ ഓൾറെഡി ഇങ്ങനെ ഫോൾഡ് ആയിട്ട് മടങ്ങിയിരിക്കുകയാണ്. അപ്പൊ ടോട്ടൽ 4 ഇഞ്ച് മാർക്ക് ചെയ്യണം. ഈ ഫോൾഡ് ചെയ്ത പാർട്ടിൽ നമ്മൾ 4 ഇഞ്ച് ഇങ്ങനെ വെച്ചൊന്ന് മാർക്ക് ചെയ്യാം. ഇനി ഈ പോയിന്റിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഇങ്ങനെ ചരിച്ച് ഒരു ലൈൻ വരയ്ക്കുക. ഇനി ചെയ്യേണ്ടത് ഈ ഒരു ഭാഗത്ത് നമ്മുടെ സ്ലീവ് റൗണ്ട് ആണ് വരുന്നത്. അപ്പൊ നമ്മൾ ഷോൾഡറിൽ നിന്ന് എത്ര ഇഞ്ച് താത്തിയാണോ സ്ലീവിന്റെ ലെങ്ത് വരുന്നത് ആ ഭാഗത്തെ റൗണ്ട് മെഷർമെന്റ് നോക്കണം. അപ്പൊ എനിക്കത് 12 ഇഞ്ചാണ് വരുന്നത്. അപ്പോൾ ഒരു സൈഡിലോട്ടെന്ന് പറയുമ്പോൾ 6 ഇഞ്ചായിരിക്കും. ഞാൻ ആ 6 ഇഞ്ച് ഒന്ന് ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്തു. 6 ഇഞ്ച് മാർക്ക് ചെയ്തു. ഇനി നമ്മൾ ചെയ്യേണ്ടത് ക്യാപ് സ്ലീവ് എന്ന് പറയുമ്പോൾ ഇച്ചിരി ഒന്ന് ഇങ്ങനെ പൊങ്ങിയല്ലേ നിൽക്കുന്നത്, ഒരു ഇച്ചിരി ലൂസ് പോലെ ആയിരിക്കും ഇരിക്കുന്നത്. അപ്പൊ നമ്മളിവിടെ സ്ലീവിന് അഡീഷണൽ ഒരു 1/2 ഇഞ്ച് ലൂസും കൂടെ കൊടുക്കുക. അപ്പൊ അങ്ങനെ വേണ്ടാത്തവർക്ക് ലൂസ് കൊടുക്കണ്ട, ഇങ്ങനെ ലൂസ് ഒരു 1/2 ഇഞ്ച് കൊടുക്കുക. അതിനുശേഷം പിന്നെ 1 ഇഞ്ച് നമ്മുടെ തയ്യൽ തുമ്പാണ്, അതും കൂടെ ഒന്ന് കൊടുക്കുക. കണ്ടോ, 1 ഇഞ്ച് നമ്മുടെ തയ്യൽ തുമ്പ്. അപ്പൊ ക്യാപ് സ്ലീവ് പൊതുവെ ലൂസ് ആയിട്ടല്ലേ ഇരിക്കുന്നത്, ഇച്ചിരി ചെറിയ സ്ലീവ് ആയിരിക്കും. എന്നിട്ട് ആ സ്ലീവിന്റെ ടിപ്പ് എന്ന് പറഞ്ഞ ഇച്ചിരി ലൂസ് ആയിട്ട് പൊങ്ങി നിൽക്കും. അപ്പൊ അതിനാണ് ഞാനൊരു 1/2 ഇഞ്ച് കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ബാക്ക് ആം റൗണ്ടിൽ നിന്ന് മെഷർ ചെയ്തത് 10 ഇഞ്ചായിരുന്നു. ആ 10 ഇഞ്ച് നമ്മൾ ഈ ലൈനിലൊന്ന് മെഷർ ചെയ്ത് നോക്കുക. അതാ ഇവിടെയാണ് വരുന്നത്. ആ ലൈൻ നമ്മൾ ഇങ്ങനെ ഒന്ന് എടുത്തു. ഇനി ചെയ്യേണ്ടത് ഈ പോയിന്റ് തൊട്ട് ഈ ലൈൻ വരെയുള്ള സെന്റർ പോയിന്റ് കണ്ടുപിടിക്കുക. അത് 5 ഇഞ്ചാണല്ലോ. ആ 5 ഇഞ്ചും നമ്മളത് ഇവിടെ ഒന്ന് ഇങ്ങനെ മാർക്ക് ചെയ്തു. ഈ 2 പോയിന്റിന്റെയും സെന്റർ പോയിന്റ് എടുക്കുക. 5ന്റെ പകുതി എന്ന് പറയുമ്പോൾ 2.5 ആണ്. ആ 2.5 ഇവിടെ മാർക്ക് ചെയ്തു. ഈ പോയിന്റിൽ നിന്ന് താഴത്തോട്ടൊരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഉണ്ടോ, 1/2 ഇഞ്ച്. ഇതാ ഈ സെന്റർ പോയിന്റിൽ നിന്ന് താഴത്തോട്ടൊരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്തു. ഇനി നമ്മൾ സ്ലീവിന് ഷേപ്പ് ചെയ്യത്തില്ലേ, അതേപോലെ ഇങ്ങനെ വന്ന് ഇവിടെ വന്ന് ടച്ച് ചെയ്ത് പിന്നെ താഴത്തോട്ട് ഇങ്ങനെ ഇറങ്ങി വരണം. അപ്പൊ ഈ താഴത്തോട്ട് ഇറങ്ങി വരുമ്പം ഇതാ ഇങ്ങനെ ഇറങ്ങി വന്ന് ഇങ്ങനെ പോതെ, ഇങ്ങനെ വന്ന് ഇങ്ങനെ വള്ളം പോലെ പോവരുത്. ഇങ്ങനെ ഇറങ്ങി വരുന്നതിന്റെ ആ ലെവലിൽ തന്നെ വേണമെങ്കിൽ ഈ പോയിന്റിൽ നിന്ന് ഒരു 1/2 ഇഞ്ച് താത്തി നമുക്ക് മാർക്ക് ചെയ്യാവുന്നതാണ്. ഞാൻ കാണിച്ചു തരാം. എന്താ ഇങ്ങനെ സ്ലീവ് എടുക്കുമ്പോൾ കണ്ടോ, ഇങ്ങനെ കണ്ടോ, ഇവിടെ നിന്ന് ഇങ്ങനെ സ്ട്രെയിറ്റ് വരിക. സ്ട്രെയിറ്റ് വന്ന് നമ്മൾ സ്ലീവിന്റെ നോർമൽ ഷേപ്പ് എടുക്കുന്ന പോലെ തന്നെ ഇങ്ങനെ കൊണ്ടുവരിക. ഇങ്ങനെ കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന് അതേ ലെവലിൽ തന്നെ ഇങ്ങനെ പോവുക. അല്ലാണ്ട് ഇങ്ങനെ പോരുതെന്നാ പറഞ്ഞത്, ഇങ്ങനെ തന്നെ പോവുക. കണ്ടോ, ഇവിടെ അറേഞ്ച് ആണെങ്കിൽ ഇവിടുന്ന് ഒരു 1/2 ഇഞ്ച് താത്തി എടുത്തു. ഈ ലെവലിലായിരിക്കും നിൽക്കേണ്ടത്. ഇപ്പൊ ഈ ഒരു ഭാഗം കണ്ടോ, ഈ ഭാഗം എന്ന് പറയുമ്പോൾ നമ്മുടെ സ്ലീവ് അറ്റാച്ച് ചെയ്യുന്ന ഭാഗമാണ് അല്ലേ. അപ്പൊ അത് നമ്മുടെ സ്ലീവിന്റെ ഉള്ളിൽ പോകുന്ന ഭാഗമാണ്. ഈ ഒരു ആംപിറ്റ്സിന്റെ ഒക്കെ പോർഷനിൽ വരുന്നതായിരിക്കും ഈ ഭാഗം. ഇവിടെ വീതി നിങ്ങൾക്ക് കുറച്ച് മതി എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഇത് നിങ്ങൾക്ക് താത്തി എടുക്കാം. ഇങ്ങനെ താത്തി എടുക്കാം. അതല്ല ഇവിടെ കുറച്ച് വേണമെങ്കിൽ അതിനനുസരിച്ച്. ഇപ്പൊ എന്തായാലും നമ്മുടെ ബോഡി ആയിട്ട് 1/2 ഇഞ്ച് ഇവിടുന്ന് ഇങ്ങനെ തയ്ച്ചു വരികയാണ്. അപ്പൊ ഇവിടുന്ന് എന്തായാലും ഈ ഇത്ര ഒരു 1/2 ഇഞ്ച് ആയിരിക്കും നമ്മുടെ തയ്യൽ തുമ്പ് എന്ന് പറയുന്നത്. ബാക്കി ഇത്രയായിരിക്കും നമുക്ക് സ്ലീവ് പോർഷനിൽ നിൽക്കുന്നത്. അതിപ്പോ എത്ര ഉണ്ടാവും, ഇതിപ്പോ ഒരു 3/4 ഇഞ്ച് ഉണ്ടാവും. ബാക്കി ഒരു 3/4 ഇഞ്ചായിരിക്കും ഉള്ളത്. നിങ്ങൾക്ക് അതും വേണ്ട, 3/4 ഇഞ്ച് വേണ്ട, 1/2 ഇഞ്ച് മതി എന്നാണെങ്കിൽ ഈ ലൈൻ കണ്ടോ, ഈ ലൈൻ ഒന്നും കൂടെ ഇങ്ങനെ താത്തി
വരയ്ക്കണമെന്നേ ഉള്ളൂ. അതൊക്കെ നമ്മുടെ ഐഡിയക്ക് ചെയ്യാം. ഈ ഒരു ലെങ്ത് 10 ഇഞ്ച് ഉണ്ടോ എന്ന് നമ്മളൊന്ന് മെഷർ ചെയ്ത് നോക്കണം. കറക്റ്റ് ഈ ലെവലിൽ തന്നെ നമുക്ക് നിന്നിട്ടുണ്ട്. കേട്ടോ, 10 ഇഞ്ച് ഇവിടെ വരും. ഇവിടെയാണ് നമ്മുടെ 10 ഇഞ്ച് വരുന്നത്. ഇനി ഇവിടുന്ന് നമ്മൾ ഈ ഒരു പോയിന്റ് കണ്ടോ, ഈ പോയിന്റിലോട്ട് നമുക്ക് വരയ്ക്കണം. അപ്പോൾ വരയ്ക്കുമ്പോഴത്തേക്കും ഇത് കണ്ടോ, ഇതിങ്ങനെ ഒത്തിരി ചരിഞ്ഞാണ് പോകുന്നതെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടുത്തെ ഈ ഒരു ഗ്യാപ്പ് കണ്ടോ, ഇവിടെ നമ്മൾ ലൂസ് കൊടുത്തില്ല ഒരു അരയിഞ്ച്, അത് കുറച്ചും കൂടെ അങ്ങോട്ടൊക്കെ നീക്കിയിട്ട് വരയ്ക്കണം. ഇങ്ങനെ ഒത്തിരി ചരിഞ്ഞു പോകരുതെന്ന്. ഇപ്പം കുഴപ്പമില്ല, ഇത് ഇങ്ങനെയാണ് കണ്ടോ. നല്ല രീതിയിൽ ഇങ്ങനെയൊക്കെ പോവുകയാണെങ്കിൽ നമ്മൾ ഈ ഇവിടെ ഒരു 1/2 ഇഞ്ച് കൊടുത്തില്ലേ, അത് കുറച്ചും കൂടെ ഇങ്ങോട്ടേക്ക് നീക്കി കൊടുക്കണം. അതായത് ഇപ്പം ഈ ലൈൻ കണ്ടോ, ഈ ലൈൻ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ബെൻഡ് ചെയ്താണ് ഇങ്ങനെ പോയേക്കുന്നത്. അപ്പം ഇത് ഇങ്ങനെയൊക്കെയാണ് വരുന്നതെങ്കിൽ നമ്മൾ ഇവിടെ മാർക്ക് ചെയ്ത് നമ്മുടെ സ്ലീവ് റൗണ്ട് തയ്യൽ തുമ്പ് ഉൾപ്പെടെ ഇതാണല്ലോ മാർക്ക് ചെയ്തത്, ഈ പോയിന്റ് കുറച്ചും കൂടെ ഇങ്ങോട്ടേക്ക് നീക്കി കൊടുക്കണം. എന്നിട്ട് നമ്മളിതാ ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ തയ്ക്കാനായിട്ട് എളുപ്പമായിരിക്കും. മനസ്സിലായോ? അപ്പോൾ ഒത്തിരി അങ്ങ് ഇങ്ങനെ ഉള്ളിലോട്ട് ചരിഞ്ഞു പോവാതെ നമ്മൾ തയ്ക്കാനും കൂടെ എളുപ്പമുള്ള രീതിയിൽ ഇവിടെ ഇങ്ങനെ ഇച്ചിരി ലൂസ് ഒന്ന് കൊടുത്തേക്കുക. ഇതുണ്ടോ, ഇങ്ങനെ വന്നു. ഇനി ഇത് നമ്മളിങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പം നമ്മളിതാ ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ സെന്ററിൽ നോച്ചും മാർക്ക് ചെയ്തിട്ടുണ്ട്. കണ്ടോ, സെന്റർ പോയിന്റ് ആണിത്, അത് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ഇതേപോലെ ഇങ്ങനെ വെക്കുക. കണ്ടോ, ഒരേ ലെവൽ ഇങ്ങനെ നമ്മൾ വെക്കുക. വെച്ചതിന് ശേഷം നമ്മൾ ഫ്രണ്ട് ആമ്പറോണ്ട് 1/2 ഇഞ്ച് കുഴിച്ച് കട്ട് ചെയ്തില്ലേ, അതേപോലെ ഇവിടെയും നമ്മളൊരു 1/2 ഇഞ്ച് ഒന്ന് കുഴിച്ച് ഒരു സൈഡിൽ നമ്മൾ കട്ട് ചെയ്യുക. ഇതെന്ന് പറയുന്നത് ഫ്രണ്ടും ബാക്കും ഒരേ തുണിയാണ്. അപ്പോൾ നമുക്ക് ഏത് സൈഡ് കട്ട് ചെയ്താലും കുഴപ്പമില്ല, കാരണം ഇത് രണ്ടായിട്ട് മടക്കുന്നതാണല്ലോ. അപ്പോൾ രണ്ട് സൈഡും നല്ല വശം തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് സ്ലീവ് കുഴിക്കുമ്പം നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് രണ്ടും കൂടെ ഒരുമിച്ച് വെച്ചിട്ട് ഒരു സൈഡ് ഇങ്ങനെ അങ്ങ് കുഴിച്ചെടുക്കുക. നമ്മളിവിടെ 1 ഇഞ്ചാണ് നമ്മുടെ സ്ലീവ് അറ്റാച്ച് ചെയ്യാനായിട്ടുള്ള തയ്യൽ തുമ്പ് പറയുന്നത്. ഈ ഒരു കോൺ പോകുന്നുണ്ട്, ഇവിടെ നിന്ന് ഇങ്ങനെ ബെൻഡ് ചെയ്ത് വരിക. നമ്മൾ സെന്ററിൽ നോച്ച് മാർക്ക് ചെയ്തു, അവിടുന്ന് ഇതേപോലെ ഒരു 1/2 ഇഞ്ച് ഇങ്ങനെ കുഴിച്ച് കുഴിച്ച് വരിക. കണ്ടോ, ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്തൊന്ന് കട്ട് ചെയ്താൽ മതി. എന്നിട്ട് ഈ പോയിന്റ് എത്തുമ്പോൾ നമ്മളിങ്ങനെ ആ ഒരു ലെവലിലോട്ട് ചേർത്തൊന്ന് കട്ട് ചെയ്ത് മാറ്റണം. അപ്പൊ ഈ ഭാഗം കട്ട് ചെയ്തതെന്ന് അറിയാനായിട്ട് ഈ ഒരു സൈഡിൽ നമ്മൾ ചെറിയൊരു നോച്ച് കൊടുക്കണം. ഇങ്ങനെ ഉണ്ടോ, അപ്പൊ എങ്ങനെ ഇതിപ്പം ഈ ഭാഗവും എന്താണ് നമ്മുടെ അതായത് ഒരേ തുണിയാണ് അല്ലേ, നല്ല വശവും ചീത്ത വശവും ഒന്നുമില്ല, രണ്ട് സൈഡും നല്ല വശം ആയതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ അങ്ങ് ഒരുമിച്ച് വെച്ചിട്ട് ഏതെങ്കിലും ഒരു സൈഡ് നോക്കി ഒരു 1/2 ഇഞ്ച് അങ്ങ് കുഴിച്ച് കട്ട് ചെയ്യാം. നേരെ മറിച്ച് നമ്മൾ നോർമലി സ്ലീവ് കട്ട് ചെയ്യുമ്പോൾ ഇതേപോലെ നമ്മൾ ക്യാപ് സ്ലീവ് അല്ലാത്ത സ്ലീവുകൾക്കൊക്കെ ആണെങ്കിൽ 1/2 ഇഞ്ച് കുഴിച്ച് കട്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, ഇത് നല്ല വശമാണ്, ഇതും നല്ല വശമാണെങ്കിൽ നല്ല വശവും ഇതേപോലെ ഇങ്ങനെ കമത്തി വെക്കുക. എന്നിട്ട് ഒരു സൈഡിൽ 1/2 ഇഞ്ചിൽ കുഴിച്ച് കട്ട് ചെയ്യണം കേട്ടോ.